അതെ പെൺകുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. എവിടെ മോളെവിടെ? മോളെ വിളിക്കാം. മോളെ എങ്ങ് പോരാ. ചാണ്ടി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് പറയാം. കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത, എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്ക് തള്ളുന്നുണ്ടോ? ഇന്ത്യയിലെ സ്കാൻഡിനേവിയാണ് കേരളം. അസ്വസ്ഥം. ഒരുപാട് തള്ളു ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു തള്ളു ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ലേ. പെടാതാ അസ്വസ്ഥപ്പെടുന്ന എന്തിനാ? വിവരക്കേട് പറയാതെ സ്ത്രീയെ അല്ല അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാ ചികിത്സക്ക് അമേരിക്ക പോകുന്നത്? അതെനിക്ക് അതല്ല ഉദ്ദേശം. ഞാൻ പറയുന്നത് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖല നിങ്ങൾ അപമാനിക്കില്ലേ അമേരിക്ക ചികിത്സയ്ക്ക് പോകുമ്പോൾ? ഒരിക്കലും ഇത്തരം പറഞ്ഞിട്ട് മുറിക്കാ മതി. എടോ, വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാവാം. ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാട് ഇല്ല. കാരണം തീർച്ചയായിട്ടും പറയാം. ഞാൻ എത്രയോ തവണ വന്നിട്ടുണ്ടെങ്കിൽ വരാം, ഒരു കുഴപ്പമില്ല. അത് സ്കാൻഡിനേവിയ ആണെങ്കിൽ സ്കാൻഡിനേവിയ എന്തായിരിക്കും എനിക്ക് പേടിയുണ്ട്. ഒരു സൂചന എപ്പോഴെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ വിട്ടുവേഷം കേട്ടുമായിരുന്നു. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. കേരളത്തിലെ പൊതുജനാരോഗ്യം രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത് ഞാൻ ചാണ്ടി. ചോദിക്കുന്നത് അതല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ. നമ്മളിപ്പം ആര് ഭരിച്ചാലും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ തന്നെ ചികിത്സിക്കും. അതല്ല അപ്പൊ തന്നെ ചികിത്സിക്കുന്ന ഇടതുപക്ഷത്തിന് ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ടോ? നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. കേരളത്തിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യ മേഖല കൂടുതലാത്തോണ്ട് അമേരിക്ക പോയത്. ഒരിക്കലല്ല. ഞാൻ പറയട്ടെ, ഓരോ അസുഖങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട അസുഖം. തന്നോട് ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. ഈ നാടിന്റെ മുഖ്യമന്ത്രി ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി പോകുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷേ ഈ നാട്ടിലെ ഒരിക്കലല്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഹോസ്പിറ്റൽ ആക്സസിബിലിറ്റി ഉണ്ടോ? ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നാട്ടുകാരും വെറും മണ്ടന്മാരല്ലടാ. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം. പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ? മുടിയുന്ന നാട്ടുകാരല്ലേ, ഞാനല്ലല്ലോ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.